ഹലോ അസ്സാം വലൈക്കും. റമദാൻ മുബാറക്ക്. എങ്ങനെയുണ്ട് എല്ലാവരുടെയും നോമ്പൊക്കെ? വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോകണ്. അതുപോലെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ആരൊക്കെ ബുദ്ധിമുട്ടിലുണ്ട്, എല്ലാവരും സേഫാണോ? പഠിച്ചവനെ എല്ലാവരെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തുടങ്ങുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെയും ഉൾപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും. ബിസിനസ്സിലായാലും ബാക്കി കുടുംബത്തിലായാലും നമ്മൾ ഹലാലായിട്ട് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പടച്ചോൻ റമദാനെ വിചാരിച്ചിട്ട് നമുക്ക് റാഹത്താക്കി തരട്ടെ. പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും? പെരുന്നാളിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ എങ്ങനെയുണ്ട്? തിരക്കിലാണോ എല്ലാവരും? അപ്പോൾ അതാ ഈ അജ്രക്കിൻ്റെ 290 ചോദിച്ചിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പീസ് ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അജ്രക്കിൻ്റെ 290 പീസുകളാണ്. ഇതാകെ 85 പീസുകളെ കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ പീസ് എടുക്കാൻ പറ്റിയിട്ടില്ല. മസ്ജിദ് മല്ലിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. മസ്ജിദ് മല്ലിൻ്റെ 27 മീറ്ററിൻ്റെ റോളാണുള്ളത്. അപ്പോൾ അതും വേണമെന്നുള്ളവർക്ക് വേഗം മെസ്സേജ് അയക്കാം. ഇത് 85 പീസുകളാണുള്ളത്. ഇത് നിവർത്തി കാണിക്കുന്ന വീഡിയോസ് ഇതിലിടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. സ്റ്റാറ്റസ് കാണാൻ പറ്റണില്ല എന്നുള്ളതിൻ്റെ പരിഹാരം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതിൽ ലിങ്കായിട്ടാണ് കാണിക്കുക. യൂട്യൂബിൻ്റെ ഒരു അപ്ഡേഷനും കൂടി ഇപ്പോൾ അതിലുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ക്രോം എന്ന് കാണിക്കുമ്പോൾ ഓപ്പൺ എന്ന് അടിച്ചു കൊടുത്താൽ നമ്മളെ വീഡിയോസ് വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം സ്റ്റാറ്റസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടും. അപ്പോൾ സുറുമി ബ്രോസിന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളെ പുതിയ വീഡിയോസ് വരും. ഇനി സെർച്ച് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മളെ വീഡിയോ വരും. ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നുണ്ട്. വീഡിയോയിൽ പലത് കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് സംഭവിച്ച ഓരോരോ അനുഭവങ്ങൾ അങ്ങനെ വീഡിയോകളാക്കി പറയാറാണ് പതിവ്. ആരുടെയും സമ്മതമില്ലാതെ നമ്മളൊന്നും പറയാറില്ല. എന്നാലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അറിഞ്ഞുകൊണ്ട് ആരെയും പറയാൻ നിൽക്കാറില്ല. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, പോയ കോടാലി പോലെ അങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലരൊക്കെ. എന്തും പറയാം എങ്ങനെയും പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഇതാക്കുക. കാരണം 2-3 പ്രാവശ്യം ഓരോരോ ഉമ്മമാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ മരുമക്കളെ കേടുവരുത്താനുള്ള വർത്താനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആണായാലും പെണ്ണായാലും ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് മുഴുവൻ പേർക്കും അത് സമാധാനമാവും. അത് ആ നേടുന്ന ആളുകൾക്കൊരു സന്തോഷമാവും. നമ്മളേതായിട്ടൊരു കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ പോകുമ്പോൾ നമ്മളെ മക്കൾ എനിക്കത് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് കൊടുത്ത 500 രൂപയാണ് കയ്യിലുള്ളതെങ്കിൽ 500 രൂപയിൽ നിന്ന് 200 രൂപ വണ്ടിക്ക് പൈസ വേണം. 200 രൂപ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണം. പെട്ടെന്ന് എന്തെങ്കിലും അസുഖ കാര്യങ്ങളായാലും വേണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ആ കണക്കിൽ നിൽക്കുന്നവർക്ക് ചില ഭർത്താക്കന്മാരുണ്ടാവും 4 ദിവസം മുന്നേ എങ്ങോട്ടെങ്കിലും പോയപ്പോൾ ഒരു 500 രൂപ തന്നിട്ടുണ്ടാവും. പിന്നെ ഒരാഴ്ചത്തേക്ക് എന്ത് ചോദിച്ചാലും അതിൽ ബാക്കിയുള്ളതുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തീരുന്നത് വരെ ആ ഒരു കണക്ക് പറയാത്തവരും ഉണ്ട്, പറയുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കയ്യും കണക്കും കേൾക്കാൻ നിൽക്കണ്ട. ഇനി നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ആരും കണക്ക് പറയാനും നിൽക്കില്ല. അതോടെ ഇതെവിടെയെന്ന് ചോദിക്കില്ല. കണക്കില്ലാതെ ചിലവാക്കണം എന്നല്ല, അത്യാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പറയണ പോലെയല്ല പലപ്പോഴും പലരും മനസ്സിലാക്കുക. ഇടയിലൂടെ വായിക്കാനാണ് പലർക്കും ഇഷ്ടം. നമ്മൾ പറയേണ്ടത് വളച്ചൊടിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ചിന്താ സ്വാതന്ത്ര്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും നമ്മൾ തലയിടുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക. ഇത് 290 എന്ന് പറഞ്ഞാൽ 56 സൈസ് അടിക്കാനുള്ളതാണ്. 320 പീസുകൾ കുറച്ച് സ്റ്റോക്ക് ഉള്ളതുണ്ട്. മെറൂണ്, നേവി ബ്ലൂ, റെഡ്, കോഫി ബ്രൗണ്, ബ്ലാക്ക്, ഈ 3 കളറാണുള്ളത്. 4 കളറ്. ഇതിലല്ലാത്തൊരു കളറ് അജ്രക്ക് കിട്ടാറില്ല. കിട്ടിയാൽ നമുക്ക് എടുക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, കിട്ടാത്തതുകൊണ്ടാണ്. ഈ കളറിൽ തന്നെ കുറച്ച് ഷാൾ നൈറ്റിൻ്റെ പീസുകളുണ്ട്. 320 പീസുകളുണ്ട്. 320 ഷാൾ നൈറ്റ് കോട്ടണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ ഇടാൻ കിട്ടിയിട്ടില്ല. അതിൻ്റെ മുന്നേ സ്റ്റോക്ക് തീർന്ന്. പിന്നെ 4-5 പീസുകൾ അത് ഓരോരുത്തർ പറഞ്ഞു വെച്ചതുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ടൈമിൽ ഞാൻ വീഡിയോ ഇടണത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കണ്ട. ഈ 92 078 15 205 ഈ നമ്പർ സേവ് ചെയ്യുക.
ആ നമ്പറാണ് വാട്സപ്പ് നമ്പർ. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും ഈ സമയത്ത് നിങ്ങൾ പരാതി പറയരുത്. കോളിൽ മാത്രമായിട്ട് നിൽക്കാനും ഇപ്പോൾ ടൈം ഉണ്ടാവില്ല. ഒന്നാമത് നോമ്പ്, അതിൻ്റെ പണികൾ, പിന്നെ ഞാൻ ഷോപ്പല്ല, എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലികൾക്ക് ഇടയിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ, ഒറ്റ വീടാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെയാക്കുക. പക്ഷേ ഇത് ഉമ്മ ഉപ്പ എല്ലാവരും കൂടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകൊണ്ടാണ് ഇതുവരെ ബുദ്ധിമുട്ടും ആർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോകുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ടാണ്. ഈ ഒരു ബിസിനസ് എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾക്ക് പ്രശ്നം വന്നാൽ അതിനിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഉള്ളവർ സമ്മതിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. നിങ്ങൾ ഇത് മാത്രമായിട്ട് പോയാൽ വീട്ടുകാര്യങ്ങൾ പരിങ്ങലാവുമോ എന്നുള്ള പേടികൊണ്ടാണ് പല അമ്മായിമ്മമാരും ഇങ്ങനത്തെ ബിസിനസ്സിനും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതിന് വില്ലങ്ങണിയാവാൻ നിൽക്കുന്നത്. അതിനൊരു തടസ്സം കൂടാതെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ എല്ലാവരും പ്രോത്സാഹനമായിട്ട് മുന്നിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ എൻ്റെ ഷോപ്പ് നമ്മൾ 12 മണി 1 മണി ആയാലും നമ്മൾ നൈറ്റ് അവൈലബിൾ ആവും. നിങ്ങൾക്ക് ഏത് ടൈമിലും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ വീഡിയോസ് മാത്രം വെയിറ്റ് ചെയ്തിരിക്കാൻ, എല്ലാ വീഡിയോസും ഇടാൻ ടൈം ഉണ്ടാവില്ല. കുറച്ച് പീസുകളാകുമ്പോൾ വീഡിയോസ് ഇട്ടാൽ പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് ചിലതൊന്നും വീഡിയോസ് ഇടാറില്ല. അപ്പോൾ കൂടുതൽ പീസുകളുള്ളത് മാത്രം വീഡിയോ ഇടുള്ളൂ, അല്ലാത്തത് നമ്മളിങ്ങനെ പോവും. അപ്പോൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പീസുകളുടെയും റേറ്റും ഫോട്ടോസും അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് ചെമ്മാട് വന്നിട്ട് വാങ്ങുന്നവർക്ക് മാത്രമാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കേണ്ടവർക്ക് ആദ്യം GPay ചെയ്യണം, എന്നിട്ട് അഡ്രസ്സ് വിടണം, എന്നിട്ട് അയച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ സാധനം അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ ചീറ്റ് ചെയ്തു. ഞാൻ 12 വർഷമായി തുടങ്ങിയിട്ട്, ഓൺലൈനായിട്ട് ഇത് 2 വർഷമായി. ഇതുവരെ ആരും പൈസ തന്നിട്ട് ആർക്കും അയച്ചു കൊടുക്കാതെ നിന്നിട്ടില്ല. നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാം. പക്ഷെ നിങ്ങളിൽ പലരും, നിങ്ങളെന്നല്ല പലരും, ഒരുപാട് ഒരു 5-6 പേരുടെ പൈസ ഇതുവരെ ആയിട്ട് എനിക്ക് കിട്ടാത്തതുണ്ട്. കാരണം സ്റ്റാർട്ടിങ് ടൈമിൽ ഓൺലൈനിൻ്റെ പല ചതികളും അറിയാത്ത ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ കയ്യിൽ കിട്ടിയിട്ട് പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞ പോലെ പലരും പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് മിണ്ടാതെ പോയി. അത് നമ്മളൊരാളെ പറ്റിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെവിടെ എത്തൂല എന്ന് പറഞ്ഞ പോലെ അത് അവരും ആളുമായിട്ടാവട്ടെ. അതിൽ നിന്നൊന്നും റാഹത്തും വർക്കത്തും കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നലില്ല, ഞമ്മക്ക് ആ തോന്നൽ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇനി വീണ്ടും ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലെന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ അങ്ങനെ ഒരു പറ്റിപ്പായതുകൊണ്ട് തന്നെ കാക്കുവാണ് ഈ സാധനങ്ങളെല്ലാം പോസ്റ്റ് ഓഫീസിലായാലും കൊറിയർ ഓഫീസിലായാലും കൊടുക്കാറുള്ളത്. നമ്മളെ പാർട്ട്ണറും കാക്കു തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ, ഓൺലൈൻ ബിസിനസ്സിൽ. അപ്പോൾ കാക്കു അതിൻ്റെ മുമ്പ് പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് സാധനം കൊണ്ടുപോകുള്ളൂ, നിന്നെ പറ്റിക്കും, നീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽക്ക് നിന്ന് കൊടുത്തിട്ടാണ്. 2-3 എണ്ണം പറ്റിക്കാൻ നിന്ന് കൊടുത്തതുകൊണ്ട് എനിക്ക് അവിടെ പറയാൻ വോയിസ് ഇല്ല. അതുകൊണ്ട് ആ ഒരു സംഭവമില്ല. നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് അയച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ ഇപ്പോൾ പക്ഷേ ഇപ്പം നിങ്ങളെ കയ്യിൽ ഫുൾ പേയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയക്കുക. എന്നിട്ട് ഹാഫ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന സാധനം ഞാനിവിടെ പാക്ക് ചെയ്തിട്ട് അഡ്രസ്സ് ചെയ്ത് വെക്കും. ബാക്കി ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഞാൻ അയക്കുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ സെലക്ട് ചെയ്ത സാധനം ഇവിടുന്ന് പോകില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക. മെറ്റീരിയൽ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്തോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.